നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ നമ്മൾ ഒരേപോലെ ഞാൻ എന്റെ ചെറുക്കന് ഇനി ഒരേപോലെ സ്റ്റൈലൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരേ ഡ്രസ്സ്, നമ്മൾ ഒരേ ഹെയർ കട്ട്, വേറെ ലെവലാണ് നമ്മൾ വിഷയം. പക്ഷെ ഞാൻ ഇന്നായിട്ടോ ഇരുന്ന് വീഡിയോ കണ്ടത്. നമ്മൾ അന്നേ സർപ്രൈസ് ആയിട്ട് മറ്റില്ല അത് പൊട്ടിക്കുന്നത് ഇറ്റ്സ് എ ബോയ് എന്നുള്ള ബോയിയാ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. ഇപ്പം വെളുപ്പിന് 3 മണിയായി. ഓക്കെ, ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രണവിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളുമൊക്കെ. അതിനകത്ത് ഞാൻ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രവീണിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഈ വീട് തേടി പോകുന്നതും വീട് നോക്കാൻ പോകുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ആ വീഡിയോസ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തായിരുന്നു കണ്ടിട്ട് അഭിപ്രായം പറയാനാണ്. അപ്പോൾ ഇന്ന പാർട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്തിനപ്പം അയച്ചു കൊടുത്തു, എന്തിനീ സംഭവം അയച്ചു കൊടുത്തു? ഓക്കെ, ഇതൊക്കെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഇതങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്താൽ പോരായിരുന്നു. വെറുതെ അമ്മയെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാനത് മാത്രം പറഞ്ഞു. അതാണ് ഞാനൊരു നെഗറ്റീവായിട്ട് പറഞ്ഞത്. എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഫാമിലി. ഒന്നാമത്തെ കാര്യം, വീണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ അറ്റ് ഹോം എന്നും പറഞ്ഞ് കൊച്ചിൻ്റെ. അതിനകത്ത് വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ വൃത്തിയായിട്ട കമൻസും കാര്യങ്ങളും വന്നേ. ഇവിടെ അച്ഛനും അമ്മയും കിടന്ന് കരയുമ്പോൾ നീയൊക്കെ കൂടി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ നായിക്കളെ, കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കണ്ടില്ല, അവൻ മുടി വെട്ടാൻ പോകുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. എടാ നിങ്ങളൊക്കെ മണ്ടന്മാരാണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കമൻറ്റ് ഇടുന്നവന്മാർ ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. എന്തിനാ ഇപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് തെറി വിളിക്കേണ്ട ആവശ്യം എന്തിനാണെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എടാ ഒന്നാമതൊരു കാര്യം പറഞ്ഞാൽ, ഈ പ്രണവിൻ്റെയും പ്രവീണിൻ്റെ അച്ഛനും അമ്മയും ഒന്ന് തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം പ്രണവൻ്റെ കൂടെ ഇരുന്ന അമ്മയും അച്ഛനും കൂടി ഇരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നും പറഞ്ഞ് ഇത് അവരുടെ മോനല്ലാതാവുമോ? നിങ്ങൾ പറ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ഇവരെ കുത്തി സംസാരിക്കുമ്പോഴും നോവുന്നത് ആ അച്ഛനും അമ്മയ്ക്കാണ്. കാരണം അവർക്ക് അങ്ങനെ ഉള്ളൂ. അത് മക്കളെ നൊന്ത് പ്രസവിച്ച അച്ഛനും അമ്മമാരുടെ രീതി അങ്ങനെ. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിലൊന്ന് ചിന്തിച്ചു, നിങ്ങളുടെ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തിനാ ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്? പിന്നെ പ്രവീൺ ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 5 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ബാക്ക് ടു ഹോം എന്നും ഡിസ്ചാർജിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ 5 ദിവസം മുമ്പ് അവൻ അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 3 ദിവസം മുമ്പാണ് അവർ എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞു വരുന്നത്. ആ വീഡിയോയ്ക്കകത്ത് അവൻ എടുത്ത് പറയുന്നുണ്ട്, ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ 5-6 ദിവസം മുമ്പ് എടുത്ത വീഡിയോസാണ്. അത് അപ്ലോഡ് ചെയ്യുമ്പം ഓരോ എപ്പിസോഡായിട്ട് അവർ ചെയ്യുന്നത് ആണല്ലോ. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു വീഡിയോ, ദ ഫസ്റ്റ് ഡേ അറ്റ് ഹോം എന്ന് പറയുന്ന ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട്. അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് അത് അപ്ലോഡ് ചെയ്യാൻ പോയത്. അതും ഇതും കൂടെ വെച്ച് മേലെ കമ്പയർ ചെയ്ത് തോന്നിയ മാസങ്ങൾ പടച്ചുവിടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്. ഇത് കാണുന്നവർ കാണുമല്ലോ. അപ്പോൾ ചിലവർ പറയും നീ ആരുടെ കോണടിക്കാനെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് കമൻറ്റ് ഇടാമെന്നുള്ള അധികാരം പോലെ തന്നെയാണ് ഞാനൊരു യൂട്യൂബറാണ്, എനിക്ക് എൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്കത് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ വന്നിട്ട്, ഞാൻ ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലവന്മാർ വെറുതെ വന്നിട്ട് വലിയ ക്യാപ്ഷനൊക്കെ എഴുതും. എന്നിട്ട് അതിനകത്ത് 10,000-20,000 ലൈക്കൊക്കെ കിട്ടുമ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിടോ, എനിക്ക് അത്രയും കിട്ടിയിടോ, ലൈക്കൊക്കെ ഓരോ കൂട്ടുകാരെ കാണിക്കുന്നതൊക്കെ നമ്മളും പണ്ടോട്ട് കാണാൻ തുടങ്ങിയതൊക്കെ തന്നെ. ചില കമൻറ്റ്സ് സ്ഥിരം ഇടുന്ന അവിടെ ചെന്നിട്ട് വേറെ ഇടും, ഇവിടെ ചെന്നിട്ട് വേറെ ഇടുന്ന ചില ടീംസുകളുണ്ട്. ഞാൻ ഓൾറെഡി അതിൻ്റെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രണവിൻ്റെ അക്കൗണ്ടിൽ ചെന്നിട്ട് ഇടുന്നത് എന്താ പറയണ്ടേ, വേറെ രീതി അവന് സപ്പോർട്ടായിട്ട്, പ്രവീണിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഇവർക്ക് സപ്പോർട്ടായിട്ട്, ഇവിടെ വന്ന് ലൈക്ക് അടി, അവിടെ വന്ന് ലൈക്ക് അടി, അങ്ങനെ കുറേ എണ്ണം. ഈ കുറച്ച് കമൻസും കാര്യങ്ങളും ഞാനൊന്ന് വായിച്ചു തരാം. എന്തായാലും പെറ്റ തള്ള സഹിക്കത്തില്ല. നിനക്കൊക്കെ ഒരു പണിയില്ലല്ലോടാന്ന് നീയൊക്കെ എപ്പോഴും പറയും, യൂട്യൂബേഴ്സാണ്, നിനക്കൊക്കെ വേറെ പണിയില്ലേ, ഈ നാണമില്ലേ ഫാമിലി വ്ളോഗ്സ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യാനാ, സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട്. അത് മിക്ക ആൾക്കാരൊക്കെ നിനക്കൊക്കെ വന്ന് കമൻറ്റ് ഇടാമെങ്കിൽ ഞങ്ങൾക്കത് വീഡിയോ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ആരും ദ്രോഹിക്കുന്നില്ല, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ തുറന്ന് ഞങ്ങളുടെ അഭിപ്രായമാണ് ഈ പറയുന്നത്. ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇടുമ്പം അതിൻ്റെ അടി വന്ന് ഈ ഓരോരുത്തന്മാർ കമൻറ്റ് ഇട്ട് അഭിപ്രായം പറയുന്ന പോലെ ഞങ്ങളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നു. എല്ലാം ഒന്നൊക്കെ തന്നെയാണ്, പറഞ്ഞാൽ മനസ്സിലായി. കുറച്ച് കമൻറ്റ്സ് ഇതുപോലെ ഞാൻ വായിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഞാൻ ആ കമൻ്റ് ഒന്ന് വായിച്ചു തരാം. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത കുറച്ച് കമൻറ്റും കാര്യങ്ങളാണ്. നിങ്ങൾക്കും ജനിച്ചത് ഒരു ആൺകുഞ്ഞാണ് അല്ലേ, കർമ്മ എന്ന് ഉണ്ട്, സൂക്ഷിച്ചോ തിരിച്ചു കിട്ടും, അന്ന് അത് ഏറ്റുവാങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്നും പറഞ്ഞു. നീ ആരാടാ, ശക്തിമാനോ അല്ലെങ്കിൽ മഹർഷിയോ ഇരുന്ന് ഇങ്ങനെ തോന്നിവാസം പടച്ച് എഴുതി വിടാനാ? എടാ ഉളുപ്പുണ്ടോ നിനക്ക്? കാരണവ് എന്ന് പറയുന്ന ഒരുത്തനാണ്, ഒരു നാണവും മാനവും ഇല്ലടാ നിനക്ക് ഇങ്ങനെ ഇരുന്ന് പറയണേ. നിനക്കൊരു ആൺകുഞ്ഞാണ്, കർമ്മ കിട്ടുമെന്നൊക്കെ പറയണേ. നിനക്ക് എന്ത് യോഗ്യതയുണ്ടടാ? കഥ അറിഞ്ഞിട്ടാണോടാ നീ ആട്ടം കാണുന്നത്? അവരുടെ ഫാമിലി പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റ് ഇടുന്നത്? എടാ, ഇതാ 5-6 ദിവസം മുമ്പ് അവൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ അടി വന്നിട്ട് ഇങ്ങനെ ഇടുന്ന ശരിയാണോ? ഒന്ന് ആലോചിച്ചു നോക്കും. പിന്നെ അടുത്ത കമൻറ്റ്, എടാ പ്രവീണെ, നിൻ്റെ ഭാര്യ നിൻ്റെ അമ്മാനെ പറഞ്ഞ് കേട്ടിട്ട് നിനക്ക് നാണമില്ലേടാ പെൺകോന്താന്ന്, കഷ്ടം. പിന്നെ ഒരു പെണ്ണ് അയച്ച അടുത്ത കമൻറ്റ്, ഒരച്ഛൻ
കരയണം ഉണ്ടെങ്കിൽ എന്തുമാത്രം വിഷമം ഉള്ളിൽ കാണും. അച്ഛൻ്റെയും അമ്മയുടെയും ശാപം ഏൽക്കാതിരിക്കട്ടെ. കൊള്ളാം, കുത്തി ചെയ്താൽ നൈസായിട്ട്. ഒരു സ്ഥിരം ഒരു കമൻ്റ് ഉണ്ട്, വേറെ പണിയെടുത്ത് ജീവിക്കടാന്നും പറഞ്ഞു. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഇട്ടതാണ്, മൃദുല കുടുംബം കലക്കി, വേറെ വല്ലതും പണിയെടുത്ത് പോയി ജീവിക്കടി. ഇത് നിങ്ങളെ മാത്രം കൊണ്ടല്ല റീച്ച് കിട്ടിയത്. ചാനൽ അമ്മയും അച്ഛനും കൊച്ചും എല്ലാവരും ഉണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ പുതിയ ചാനൽ തുടങ്ങി കാശുണ്ടാക്കാൻ നോക്ക്. കഷ്ടം. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. അതൊരു അമ്മയായ ഒരു സ്ത്രീയാണ്. ആ കുഞ്ഞിനെയും കാര്യങ്ങളൊക്കെ അവരെ നോക്കുന്നത്. അവരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, ഞങ്ങൾ ഈ കമൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു കമൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് ശരിക്കും ഇത് ചെയ്യുന്നുണ്ട്. അറിയാലോടാ, ഫാമിലി ആകുമ്പോൾ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അതങ്ങനെയാണ് എന്നും വെച്ച് ചിലവർക്കൊക്കെ ഓക്കെ ഇച്ചിരി ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് ഇടുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഓക്കെ അവർ വീഡിയോ ഇട്ട് കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് അപ്പം തന്നെ അവനെ അടുത്ത വീഡിയോ ഇടുകയും ചെയ്തു. ഇന്നത്തെ സംഭവമാണെന്നാണ് കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണരുത്. അതിൻ്റെ അടിയിൽ ചെന്നിട്ട്, അതായത് വീഡിയോയുടെ അടിയിൽ ചെന്നിട്ട് നിങ്ങൾ ഓരോ കമൻറ്റ് ഇടുമ്പോൾ നോവുന്ന ആർക്കാണെന്നറിയോ? നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൊച്ചുവിനും അവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ തന്നെയാണ്. കൊച്ചു തന്നെ പറഞ്ഞിട്ടില്ലേ, നീ എൻ്റെ ചേട്ടനാണ്, ഞാൻ നിൻ്റെ അനിയനാണ്. അതാദ്യം നീയൊക്കെ ആലോചിക്കാൻ പടി. ചുമ്മാ ഭയങ്കര ഇതാണ്, ഭയങ്കര ന്യായമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഓരോരുത്തരും വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റുമൊക്കെ ഇടുകയും ചെയ്യും. ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഒരു പാവം പിടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നാണമില്ല. കമൻ്റ് ഇടുന്നവരോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വിടരുത്. വിട്ടാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അവർ വേണമെന്ന് ഇപ്പം അറിയാമല്ലോ, കമൻ്റൊക്കെ എടുത്ത് വെച്ചിട്ട് പണി കൊടുക്കുന്ന ടീംസുകളുണ്ട്. ഈയിടെ ഒരു കുട്ടിയെ കമൻറ്റ് ഇട്ടതിന്, നിങ്ങളുടെ 5ഓ 6ലോ പഠിക്കുന്ന കൊച്ചിനെതിരെ കമൻറ്റ് ഇട്ടതിന് ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. അതുപോലെ ഓരോരുത്തരുടെയും തപ്പി എടുത്ത് മോനെ മെനക്കെട്ടിറങ്ങിയാൽ തീരും നിൻ്റെയൊക്കെ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് ഡേ ഹോം എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഒരേപോലെ നമ്മൾ ഒരേപോലെ ഞാൻ എൻ്റെ ചെറുക്കന് ഇനി ഒരേപോലെ സ്റ്റൈലൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരേ ഡ്രസ്സ്, നമ്മൾ ഒരേ ഹെയർ കട്ട്, വേറെ ലെവലാണ് നമ്മൾ വിഷയം. പക്ഷെ ഞാൻ ഇന്നാട്ടോ ഇരുന്ന് വീഡിയോ കണ്ടത്, നമ്മൾ അന്നേ സർപ്രൈസ് ആയിട്ട് മറ്റില്ല അത് പൊട്ടിക്കുന്നത് ഇറ്റ്സ് എ ബോയ് എന്നുള്ള ബലൂൺ. ബോയിയാ നീല ആയതുകൊണ്ട് നമ്മൾ ഇറ്റ്സ് എ ബോയുടെ ബലൂൺ വെച്ചതാ, പക്ഷെ ഇറ്റ്സ് എ ബോയ് ആയിരുന്നില്ലേ. രാത്രി ആർക്കും ഉറക്കമൊന്നുമില്ല സുഹൃത്തുക്കളെ. വീഡിയോ എടുക്കാറുണ്ട്. അവൾ ഡാൻസ് പഠിക്കുവോ ഇല്ലേടേ? ഉറക്കത്തിലാതേ ഉള്ളൂ, നിങ്ങൾ ഉറക്കത്തിൽ കേട്ട് പിടിക്കോ ഡാൻസ്. ഇവിടെ രാത്രി നല്ല രസം കേട്ടോ, കാരണം നല്ല തണുപ്പ് വന്നത്തെ കാര്യം കേട്ടോ. നമ്മളോട് ഇന്ന് ഡാൻസ് ഒക്കെ കളിച്ച് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാം, നല്ല തണുപ്പുണ്ട്, നല്ല വൈബുണ്ട് ഇവിടെ. നമ്മൾ വാവയായിട്ടൊക്കെ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ ചില്ലായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കൂടെ അവൻ കിടന്ന് ഉറങ്ങുന്നതിൽ 5 മിനിറ്റ് മുമ്പ് എനിക്ക് പോയി നോക്കണം. അതുമില്ല, എനിക്കാണെങ്കിൽ പോലും പുറത്ത് പോയി കഴിഞ്ഞാൽ കുഞ്ഞുള്ളതുകൊണ്ട് പെട്ടെന്ന് വരാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു രാത്രി നമ്മൾ പാട്ടൊക്കെ പാടി ഉറക്കേണ്ടി വരും. ആവശ്യമില്ല, ഇനി ആവശ്യം വരുമായിരിക്കും. ലൈറ്റൊക്കെ ഉണ്ടെങ്കിലേ മുഖത്തിങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിവരമുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. 1-2 ആൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് മനസ്സിലായ അത്രയും സന്തോഷം മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യാതിരിക്കുക. കൊച്ചു, അമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പം നിങ്ങളിവിടെ ഇട്ട് ഓരോ വാക്കുകൾ കുത്തുമ്പോഴും അവിടെ കൊള്ളുന്ന അവർക്ക് തന്നെ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ വൃത്തിയായിട്ട സംസാരവും നിങ്ങളുടെ കൊച്ചുവിനും അച്ഛനും അമ്മയ്ക്കും തന്നെ അത് കൊള്ളാൻ പോകുന്നത്. ഈ പ്രവീൺ എന്ന് പറയുന്ന സ്വന്തം മോനല്ലേ, പിന്നെ അതുപോലെ തന്നെ അനിയനും, അതായത് കൊച്ചുൻ്റെ ചേട്ടനും. അപ്പോൾ ഒന്ന് ആലോചിച്ചത് കൊള്ളുന്ന മൊത്തം അവർക്ക് തന്നെ ആയിരിക്കും. നിനക്കൊക്കെ വേറെ പണിയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പോൾ എന്നെ തന്തയ്ക്ക് വിളിക്കാനും ഒക്കെ ആൾക്കാർ വരും. വിളിക്കുന്നവരൊക്കെ വന്ന് വിളിച്ചിട്ട് ഇച്ചിരി നീട്ടി എഴുതി അങ്ങ് വിളിക്കണം കേട്ടോ. ഒരു കുഴപ്പമില്ല, നീയൊക്കെ ഇരുന്ന് വിളി. ഞാൻ എൻ്റെ വക ഒരു ലൈക്കും ഒരു ലവ് ചിഹ്നവും കൂടെ തന്നേക്കാം. ബൈ ഗൈസ്, ലവ് യു ഓൾ.